ഒരു മാസം ഫുള്ളി നമ്മൾ റമദാൻ സീരീസ് ഇറക്കി. ഇന്നിപ്പോ എന്ത് ചെയ്യാം, നോമ്പൊന്നുമില്ലാത്തൊരു ദിവസം എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇത് ഞാൻ പെരുന്നാക്കെടുത്ത ഷർട്ടാണ്. ബട്ട് പെരുന്നാക്ക് ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് ഡ്രസ് എടുക്കാൻ പോയ ടൈമിൽ അതോ ഒരു ഹാലി എടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ടാണെങ്കിൽ എത്ര ചെറിയ കംഫർട്ടും ഫിറ്റിംഗും കിട്ടണില്ല. ബട്ട് പെരുന്നാക്ക് നമ്മൾ കന്തൂറിട്ടങ്ങണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പ്രഭാത ഭക്ഷണം പൊറാട്ടും ചിക്കൻ കറിയാണ്. ഫുഡും കഴിച്ച് കണക്കൂട്ടി ഇങ്ങനെ ഇരുന്നാ പോലെ പണിക്ക് പോകുന്ന ടൈം ആയിക്കണം. ഇനി ബാഗ് പാക്ക് ചെയ്തിട്ടാണ് പെരിന്ന് ഇറങ്ങാൻ. പാക്ക് ചെയ്തിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. കൊണ്ടാവുള്ള ലാപ്പും ചാർജറാണ് മെയിൻ ആയിട്ടുള്ളൂ. പെരേന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു പെർഫ്യൂം അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി. ഹബ് ഫ്രാഗ്രൻസ് പറഞ്ഞ ടീമാണ് ഇതിന് കഴിച്ചത്. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് വരുന്ന പ്രൊഡക്ട്സ് ആണ് ഓരോരുത്തരുള്ളത്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പേജ് കയറിയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ പെരേന്ന് ഇറങ്ങി പൊതച്ചു മൂടി ഡാഡിഗിരിച്ചിനും കൂട്ടി നേരെ പോകണം നമ്മൾ. അത് ഈ പൊരി വെയിലൊന്ന് നോക്കിയിട്ട് കാര്യം എത്തേണ്ടോടത്ത് എത്തണ്ടേ. അങ്ങനെ ഓഫീസിലെത്തി റിസപ്ഷനിൽ പോയി നോക്കിയപ്പോൾ ചങ്ക് പൊട്ടുന്ന കാഴ്ച കണ്ടത്. റമദാന് ശേഷം കുടിക്കാൻ ആറ്റുനോട്ടിയ നീയത്തേക്കിച്ചിന്റെ കോഫി മെഷീന് ചെറിയൊരു ടെക്നിക്കൽ ബൈ പെരുന്നാളിന് ശേഷം എന്താണ് ഞങ്ങൾ ഓഫീസിൽ കയറുന്നത്. സ്പോട്ടിഫൈയിൽ കയറി നല്ലൊരു പാട്ടൊക്കെ ഇട്ട് പണി കണ്ടു തുടങ്ങി. അതിന്റെ ഇടയിൽ കോഫി കിട്ടാത്ത പൊറുതോണ്ട് മെഷീൻ റെഡി ആക്കണമെന്ന് പോയി. റെഡി ചെയ്യണം ആകെ ടെൻഷനായി. ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും കുറച്ചു നേരം പണിയെടുത്ത് പിന്നെ റിസപ്ഷൻ വരെ ഒന്ന് പോയി നോക്കി. കാത്തിരിപ്പിന്റെ അസുഖം അപ്പോഴാണ് മനസ്സിലായത്. നോമ്പായിട്ട് ഒരു മാസത്തിന് ശേഷം അവിടുത്തെ കോഫി എടുക്കണം. ഇപ്പൊ അതുകൊണ്ടാന്ന് അറിയില്ല, കോഫിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ്. പിന്നെ എന്റെ മെഷീൻ ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം നേരെ പള്ളിക്ക് പോയി. നിസ്കാരം കഴിഞ്ഞ് പള്ളിക്ക് ഇറങ്ങിയ ശേഷം കനത്തിന് എന്തെങ്കിലും തിന്നാം. പിന്നെ ഇപ്പൊ ചോറും സാമ്പാറൊക്കെ കഴിച്ചിട്ട് കുറെ ആയതോടെ എന്താ അങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് പിന്നെ ഒരു വാട്ടർ മെലൺ ജ്യൂസ് അതങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് വെയിലുണ്ടപ്പോഴാണ് എനിക്ക് റാഹത്തായത്. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ് അസറുമാരിപ്പോ നിസ്കരിച്ചിറങ്ങിയപ്പോ തന്നെ നേരെ അകത്ത് ഷിഫ്റ്റായിക്കണം. എന്നിട്ട് നമ്മൾ അന്നത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ആണ്, വീണ്ടും പുറത്തേക്ക് ഒന്ന് പോകും. വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിച്ചാനും 2 ചായ 2 ഉന്നക്കായും കഴിച്ച് ഒരു ലൈസും വാങ്ങി വീണ്ടും ബാക്ക് ടു ഓഫീസ്. പിന്നെ ലൈസ് എന്തെങ്കിലും വർക്കൊക്കെ ഒരു ചില്ലേറ്റ് കുറച്ചേരം അങ്ങനെ അവിടെ ഫൈനലി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പിന്നെ ഇങ്ങനെ ഇറങ്ങിയത്. ഇന്ന് മാത്രം ഇപ്പൊ തിന്നാനും കുടിച്ചാനും ഇറങ്ങിയത് കുറച്ച് കൂടിക്കണമെന്ന് തോന്നുന്നു. ഏതായാലും ഒരു വെറൈറ്റിക്ക് നല്ലൊരു ഷേക്കാണ്ട് കുടിക്കാന്ന് വിചാരിച്ചു. അത് വെറും ഷേക്കല്ല, നല്ല വിയറ്റ്നാം ചക്ക ഷേക്ക്. അതിനുശേഷം ഒരു ബെറിമിക് ഷേക്കും എല്ലാ ഷേക്കും കൂടി കുടിച്ച് മുഖം നാഗം മരവിച്ചിക്കണം. അങ്ങനെ ആ ഷേക്കും കുടിച്ച് റാഹത്തിൽ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്.